വെൽക്കം ബാക്ക് ടു നീരജ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് ചെടി എന്താ പറയാ പച്ചക്കറിക്കുള്ള ചെടി വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ കുഞ്ഞാറ്റനെ നേരെ സ്കൂളിലാക്കിയിട്ട് കുഞ്ഞാറ്റിക്ക് ഫോട്ടോ എടുക്കണം. അതുപോലെ അച്ഛനുണ്ട് ഗൈസ്, അച്ഛന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ ഇറങ്ങി ഓടി. നമുക്ക് പോവാം ഗൈസ്. പണി ഗൈസ് പറയുന്ന അച്ഛൻ സാക്ഷ്യന്റെ ലൈസൻസിനുള്ളതും കൂടെ നമുക്ക് റെഡിയാക്കാന്ന്. അപ്പം ഞാൻ വീട്ടിലേക്ക് വീണ്ടും നടന്നു വന്നു. ഇങ്ങനെ സാക്ഷ്യൻ്റെ ഒക്കെ എടുത്ത് കഴിച്ചുണ്ട്. അപ്പൊ സാക്ഷ്യൻ്റെ ഒക്കെ നമുക്ക് കൂട്ടി നമുക്ക് നേരെ അച്ഛൻ്റെ വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, അച്ഛന് കുഞ്ഞായിട്ട് തലയിട്ടോ. ഹായ് ഹായ് പറ. ആദ്യം നമ്മൾ പോകുന്നത് ഇടയ്ക്ക് വെച്ച് കുഞ്ഞാറ്റിന്റെ ഫോട്ടോ ആദ്യം എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്ഷയയിൽ പോണം സാക്ഷ്യന്റെ ലൈസൻസിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നടാനുള്ള ചെടി വാങ്ങാൻ പോകണം. സ്കൂളിൽ പോകണം. കുഞ്ഞാറ്റിനെ സ്കൂളിൽ കൊണ്ടാക്കണം. പിന്നെ കുഞ്ഞാറ്റ് സ്കൂളിൽ പോയി പഠിക്കും ഗൈസ് അല്ലേ? നിങ്ങൾക്ക് പബ്ലിക്കം കാണണം. ഇത് പബ്ലിക്കാണ്. പബ്ലിക്കത്തിന്റെ സ്മെല്ല എന്റെ ഫ്രണ്ട് സ്റ്റുഡിയോ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുഞ്ഞാറ്റിയുടെ ഫോട്ടോ എടുക്കാം. എന്ത് ഉറക്കം പറഞ്ഞാലേ കേൾക്കുന്നുണ്ട്. എന്നെ കൊല്ലാൻ പോവുക. ശരി, ഒരുങ്ങി ചോദിച്ചു. ഇവിടെ ഞാൻ ഗേസ് കുഞ്ഞായിട്ട് ഫോട്ടോ എടുക്കാൻ പോകും. നോക്കട്ടെ, വാ പോയി നോക്ക്. ഇവിടെ ഒരു വലിയ മരമുണ്ട്. വലിയ മരമുണ്ട്. ഒരുങ്ങി അവർക്ക് വേണ്ട സാധനമില്ല. എവിടെയുണ്ട്? അപ്പൊ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതല്ല രസമില്ല. അവിടെ ആർക്ക് കുഞ്ഞാറ്റ പറയുന്ന കേൾക്കുന്നു. രണ്ടോട്ടിച്ചു. അപ്പൊ അപ്പൊ അച്ഛൻ്റെ അടുത്തെന്താ? അച്ഛൻ്റെ അവിടെ ഞങ്ങളൊരു പെട്ടിരിക്കാൻ വിചാരിച്ചു. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടോ അതിൻ്റെ കടിച്ചില്ല. എങ്ങനെ ആക്കുക ചെയ്യാം? 5 എന്തോ ഇട്ടിട്ടുണ്ട്.
ഇത് തുറക്ക് തുറക്ക് ഈ തുറക്കണ്ട പുറത്താക്കി. അച്ഛൻ്റെ ഫോട്ടോ എടുത്തത് ഇതാണ് ഞാൻ. ഇത് അച്ഛൻ. അപ്പൊ സാഷേന്റെ ഫോട്ടോ ഇതേപോലെ എടുക്കണം. സാഷേന്റെ എന്തിനാ? സാഷേന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി. ലൈസൻസ് എടുക്കണം, ഇല്ലെങ്കിൽ അവളെ അങ്ങോട്ട് പറ്റാൻ പറ്റില്ല അല്ലേ. അതിന്റെ അവളത് അച്ഛൻ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവളില്ല, അവളെ ഫോട്ടോ എടുത്ത് വെച്ചു. നമ്മളെ പൂച്ചക്കുട്ടീനെ നിങ്ങൾ കണ്ടില്ല. അവളെ പേരെന്താ? നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ അല്ല സിംബ. പിന്നെ പെൺകുട്ടിയാണെങ്കിൽ മിസ് ചെയ്യുന്നിടാന് മിസ്സി MISSY അങ്ങനെ ഇടായിരുന്നു. അപ്പൊ നമ്മളെന്താക്കാണ് കമന്റില് നമ്മൾ പറഞ്ഞ പാടിട്ടതാണല്ലോ. അപ്പൊ നമ്മളെ മിസ് ചെയ്യുന്ന പേരിടാട്ടോ. ഞങ്ങൾ ഇടാന്ന് വിചാരിച്ചതാ കിങ്ങിനില്ലേ. കിങ്ങിനിന്ന് ഇടാൻ വിചാരിച്ചു, പിന്നെ ഇട്ടം കൊണ്ട് അങ്ങനെ രാത്രി വന്നപ്പോ ഇന്ന് രാവിലെ ആ കുട്ടി മിസ്സി പാല് കുടിച്ചു പുറത്ത് പോയി. അവളെ അമ്മ ഞങ്ങളെ പുറകു വശത്ത് അവിടെ ആണ് ഇട്ട് പോയത്, വീണു പോയത് തോന്നുന്നു. അവൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. വേറെ പ്ലേസ് ഞാൻ കേട്ട പ്ലേസ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോകും ഗൈസ്. ഞാൻ ഇപ്പൊ സ്കൂളിൽ പോകും, കുറച്ച് അങ്ങോട്ട് പോയാ. ടീച്ചർ എന്നെ കൊല്ലാണ്ട് പോകും. അച്ഛനുണ്ടല്ലോ പോയിട്ട് പഠിച്ചിട്ട് ഇവിടെ എങ്ങനെ പഠിക്കാനാ? അച്ഛൻ ഞാൻ മിഠായിക്ക് വാങ്ങിട്ടൊക്കെ പോയാൽ പോരെ. എന്തോ അച്ചപ്പ കഴിച്ചേ സ്ഥലം പേടിപ്പിക്കും. എന്തായാലും ചെയ്യാൻ പറ്റിയ പിന്നെ അവിടെ ആക്കിട്ടൊക്കെ ഫോട്ടോ കിട്ടി. ഇതായിട്ട് നമ്മളെ സാശുമോൾ. അച്ഛൻ രാത്രി ഇറക്കി വിടുമ്പോ എടുക്കുന്ന ഫോട്ടോസ്. അപ്പൊ സാശുവിന്റെ ഫോട്ടോ കിട്ടി. നമുക്ക് നേരെ ലൈസൻസ് എടുക്കാൻ പോണം. അപ്പൊ ടാറ്റ വെക്കും. ടാറ്റ പറ. ഇവിടെ നിന്നാണ് കേസ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. ഇവിടെയാണ് പച്ചക്കറികൾ. അവിടെ ആളില്ല. ഇതെന്താ അടക്ക ഉണ്ട് കുറേ ദിവസം. നമ്മൾ മേടിക്കാൻ വന്നത് ആരും കാണുന്നില്ലല്ലോ. വഴുതന വേണം. വയലറ്റ് വേണോ പച്ച വേണോ? രണ്ടോ ഓരോ. എല്ലാത്തിനും 2 രൂപയാ. വെള്ളതിന് പിന്നെ പാവല് ഇതിനൊക്കെ ആകുമ്പോ കൂടുക. ആയില്ല. വീഡിയോ എടുക്കുക. ഏതാ പറിക്കുന്നത്? ഇത് വയലറ്റ്. വയലറ്റ് നീള. ഇത് പച്ചയാ. അത് തരാൻ പറഞ്ഞുണ്ട്. അപ്പം നമുക്ക് മേടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് നടാൻ പോവുകയാണ് ഗൈസ്. ഇത്രയും ചെടി വാങ്ങിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 8 എണ്ണം വാങ്ങിയിട്ടുണ്ട്.
ആ ഓരോന്ന് നടേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ആ ചേച്ചി. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നടാം. അമ്മ അത് നടാനുള്ള സാധനങ്ങൾ നോക്കാം, ചാക്കുണ്ടോ നോക്കാൻ പോയാൽ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. എങ്ങോട്ടാ പോണേ? ഓ ആ അമ്മ അതാ വീട്. അമ്മ അമ്മ ഇവിടെ വാ ഇവിടെ വാ. അതാ പോ. നമ്മ ഇവിടെ കുഴി എടുത്ത് നടുകയാണ് ഗൈസ്. അപ്പോൾ കുരുത്തക്കേട് അമ്മേ എന്താ ചെയ്യാൻ നോക്കാം. പോകുവാണെങ്കിൽ പോട്ടെ. എന്താ ഉണ്ട് തോന്നുന്നു. അപ്പോഴാണ് എന്തോ ഉണ്ട്. ആ അതെന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. എവിടെ പോവാടി? പോയിട്ട് വരട്ടെ. അത് കയറി വന്ന വഴി അതിനറിയാം. അതാ അതതിൻ്റെ അമ്മേനെ തേടി പോവുക. അതാണല്ലോ നോക്കുന്നേ. അതിൻ്റെ അമ്മ അവിടെ എവിടെയോ ഉണ്ട്. അതാണ് ഉണ്ടോ. ഇന്നലെ വരുമ്പോ ആടിയാ വന്ന്. ഇന്ന് തല നിർത്തിയാ ചുണ്ട് തുടച്ചിട്ട് പോകുന്നില്ല. അത് അവിടെ ഇരിക്കാൻ പോയതാ. ചവിട്ടിയിട്ട് നടക്ക് 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 നടക്ക്. ഇതാ ഗൈസ് അമ്മ ഇവിടെ നട്ട്. ഇത് ഏതാ നട്ടിയ? ഇത് വഴുതന. ഇത് പച്ചയുണ്ട് വയലറ്റും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നുള്ളുന്നതാണ് ഈ കൊമ്പുമ്മലൊന്നും ഇലയില്ലാത്ത. അതാ ഞാൻ ചെയ്തു വെച്ചത്. ഇവിടെ വാ അതിന്റെ കൊള്ളന് ഇവിടെ വാ ഇവിടെ വാ. അവിടെ പോണ്ട കേട്ടോ. വന്നോ? ഇതാ അതാ പറഞ്ഞേ. വേണമെങ്കിൽ വന്നോളൂ, അല്ലെങ്കിൽ പോയി പോട്ടെ. എങ്ങോട്ടാ? ഇവിടെ വാ. പോവാടി. ഇവിടെ വാ. അയ്യോ ഇതാ ഒരു വഴുതനയും കൂടെ നട്ടു. ചാണകപ്പൊടി ഉണ്ട് നല്ലത്. ഇത് മുളക് കാന്താരി അല്ലേ? കാന്താരി. ഇത് കാന്താരി. അത് വഴുതനി. ഇതാ ഇവിടെ അമ്മ എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. ഇതതിന് ഇല. ഞാൻ എന്തെങ്കിലും ഇതാക്കണ്ടായി വെച്ചിട്ട് നട്ടു കൊടുത്തതാ. ചുറ്റില് കൊണ്ടുപോയില് ആക്കി കൊടുത്തേ. ഇത് മഞ്ഞൾ. മഞ്ഞൾ 1 2 3 നിരക്ക് നിരനിരയായി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നിലാട്ടോ ഗൈസ് നടുന്നത്. കണ്ടോ? കാരണം എന്താ വെച്ചാൽ വെയിൽ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ അല്ലേ അമ്മ? പിടിച്ചിട്ടാലും. അപ്പോൾ രണ്ടാമത്തെ വഴുതനി നട്ടു. നമ്മളെത്ര 6 വഴുതന തയ്യിട്ടുണ്ട് നമ്മളെ. 5 എണ്ണ പറഞ്ഞത്. അത് 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കി ഇതില് ഇത്രയും ചെടി നമ്മൾ തയ്യകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ നടാം. ഈ പയറിൻ്റെ തടി 6 എണ്ണം 1 2 3 4 ഇതുണ്ടോ? ഈ 6 എണ്ണം നാളെ നടണം. ഇത് ബീൻസിൻ്റെത് എത്രയാ? മറ്റന്നാൾ നടാന്നാണ് പറഞ്ഞത്. അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് നടാൻ പറ്റുള്ളൂ. ബാക്കി ഇത് നേരെ വളർന്നിട്ടില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞിട്ട് നട്ടാൽ മതിയെന്ന്. പിന്നെ ഇത് എന്തെന്നാ കർമൂസിൻ്റെ തെയ്യ, അല്ലെങ്കിൽ പപ്പായ, അല്ലെങ്കിൽ എന്തെന്നാ കർമൂസ്. പിന്നെ വേറെന്താ പറയല്ലോ? കോമക്ക. എന്തൊക്കെയോ പേരുള്ള ഒരു സാധനമാണ് ഇത്. പാലക്കാടേക്ക് കോമക്ക എന്നാണ് പറയുന്നത്. ഓമക്ക എന്തോ എനിക്കറിയില്ല. എനിക്ക് ആകെ കർമൂസ് എന്ന് പറയാം. അതുപോലെ എന്താ പറയുക. പിന്നെ ഇത് വഴുതന. 2 തരത്തിലുള്ള വഴുതനയുണ്ട്. വെണ്ടക്കയുണ്ട്. ഇതാ വെണ്ടക്ക വാങ്ങി. പിന്നെ 2 തരം വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് ഗീസ്. എനിക്ക് പറയാനില്ല. തക്കാളി നട്ടില്ലല്ലോ. ഇതാ തക്കാളി ഉണ്ടോ? തക്കാളി 2 അല്ല 3 കർമൂസും തൈ തന്നിട്ടുണ്ട്. മൊത്തം നട്ടു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ നല്ലത്. ഇത്രയും സാധനങ്ങൾ നടന്നു. മേടിച്ച് നടുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് ഒരു ദിവസം മുന്നേ വാങ്ങിയത് പനമരത്ത് നിന്നാണ് മേടിച്ചത്. അവിടുത്തെ വലിയ നഴ്സറി.
അവിടെ ഒരു മുളകിൻ്റെ ഇവിടെ നിറച്ച് എന്തിൻ്റെ തെയ്യാറിയോ കൂടുതലുള്ളത്? ഒന്ന് മുളകിൻ്റെ തെയ്യ്, ഇത് മുളകിൻ്റെ തെയ്യ്, നീളം മുളകല്ലേ? പച്ചക്കറി പച്ചമുളക്. പിന്നെ കാന്താരി പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, കാണിച്ചില്ല. ഇതുണ്ടോ, അപ്പുറത്തും ഉണ്ട് കാന്താരി ഇഷ്ടം പോലെ. അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ മേടിക്കാനിട്ടാ കാന്താരി. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ റോസാപ്പൂ വിരിഞ്ഞ് കേസ് അമ്മൂമ്മ നട്ടതാ അന്ന് പണ്ടപ്പോ വന്നപ്പോ നട്ടത്. ഈ ഡാലിക എത്തുന്നെങ്ങനെ? അത് ഇങ്ങോട്ടേക്ക് ആക്ക്. ഇതൊക്കെ വൃത്തിയാക്കാം. നീ ഇത് പച്ചക്കറി നടാൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. വേറെ ആരും വീഡിയോ എടുക്കാനില്ല, ഞാൻ തന്നെ വീഡിയോ എടുക്കണം, അതുകൊണ്ടാ. ഇനി വഴുതന തന്നെ നട്. വഴുതന തന്നെ നമ്മള് വഴുതന തന്നെ മുന്നിൽ ഫുള്ള് നടുക കേട്ടോ. ഇതിലേതാണ് പച്ച ഏതാണ് വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി മേടിക്കും. അതെന്താ അറിയാ ചേച്ചി പറഞ്ഞേ, ഇതിപ്പോ ഒന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ മണ്ണിലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാവും. കളർ പൂവ്, അതിൻ്റെ ഇടയിൽ നമ്മൾ റോസാപ്പൂ. ഇത് ഡാലികയാണ് ഗൈസ്. ഉണ്ടോ? ഇത് ഡാലിക. പച്ചക്കറി കൃഷി ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഈ പച്ചമുളക് നീ ചവിട്ടി. അയ്യോ അമ്മേന്റെ പച്ചമുളക് ഇല്ല, അതാവൂല. അത് ഇതാക്കി കൊടുത്താൽ മതി, മണ്ണ് ചിക്കി ഇട്ട് കൊടുക്ക്. അപ്പുറത്ത് കറിവേപ്പില വലിയ മരം പോലെ ഉണ്ട്. കുഴപ്പമില്ല, ഇത് വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് ചീരയല്ലേ അമ്മ? അമ്മ ഇത് ചീരയല്ലേ? വളം വേണ്ടി നമുക്ക് ചാണകമൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു കൊട്ട ചാണകം വാങ്ങിയിരുന്നെങ്കിൽ അത് വാങ്ങാ. അയാളിപ്പോ വരും കുറച്ചേരം കഴിഞ്ഞല്ല, നാളെ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചോട്ടിലിട്ട് കൊടുക്കാം. മണ്ണമർത്തിക്കാം. അപ്പൊ നമ്മള് 4 എണ്ണം നട്ട്, 4 വഴുതനത്തീ നട്ട്. ഇനി അപ്പൊ ഗൈസ് നമ്മള് ആ പൂച്ചക്കുട്ടി പോയി. ആ പൂച്ചക്കുട്ടി അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അവരവിടെ ഇല്ലാത്തതും കൊണ്ട് ഇങ്ങോട്ട് വന്നതോ. എന്തായാലും നമ്മൾ പിടിച്ചു വെച്ചില്ല, അതിന് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക്. അപ്പം അത് നേരെ അങ്ങോട്ട് പോയി, ആ താത്ത പറഞ്ഞു. അപ്പം അത് വരികയാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അത് പിക്കോട്ടെ. ഓക്കെ. ഇനി ഗൈസ് കുഞ്ഞാറ്റ വന്നാൽ നല്ല രസമായിരിക്കും. എനിക്ക് വയ്യ ഓർക്കാൻ. കുഞ്ഞാറ്റ ആ പൂച്ച പോയി എന്ന് പറഞ്ഞിട്ട്. ആ അതെന്താ വെച്ചാല് ആ പൂച്ച അവരുടെ അടുത്ത് നിൽക്കുന്ന പൂച്ചയാന്നാ പറഞ്ഞത്. അതാണ് അത് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഓടുന്നത്. ഞങ്ങൾ പിടിച്ചു വെച്ചില്ല, എവിടെയാ പോകുന്ന വെച്ചാൽ പോയിട്ട് വരട്ടെ വിചാരിച്ച്. അപ്പം അത് പോയി. അപ്പം ഇനി വരികയാണെങ്കിൽ നമ്മൾ പാല് കൊടുക്കും, വന്നില്ലെങ്കിൽ അതങ്ങനെ നിൽക്കും. ആ ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരാതിരിക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് വരുന്ന വരും. അപ്പൊ ആ പൂച്ച കൂട്ടി പോയി ഗൈസ്. ഇനി നമുക്ക് അടുത്തത് വരുമോ നോക്കാം. വഴുതന മാത്രമല്ലേ ഇവിടെ നട്ടുള്ളൂ? ഇവിടെ 4 വഴുതനത്തൈ നട്ടു കേട്ടോ. ഇനി ബാക്കി 5, 6, 2 വഴുതനത്തൈ ഇനിയും ഉണ്ട്. അതിൻ്റെ പുറമെ വയലറ്റ് വഴുതനയും ഉണ്ട്. 6 എണ്ണം. ഇനി അത് നടണം. അല്ല എത്ര വഴുതന ഉണ്ട് നോക്കാം നമുക്ക്. 1, 2, 3, 4, 5, 6,
7, 8 വഴുതന തൈയും കൂടെ ഉണ്ട് നടാൻ. ചെറുത് വയലറ്റും പിന്നെ വലുത് വെള്ളയുമാണ് കേട്ടോ. ഏതില് ഇതില് നമുക്ക് എന്ത് ചെയ്യാം, കർമൂസ് നടാം, അല്ലെങ്കിൽ പപ്പായ നടാം. ാണ് കേട്ടോ, മൈസൂർ ചീര ആന്ന് തോന്നുന്നു. ഇനി എന്തോ ചീരയാണ്, ഉപ്പേരി വെക്കാൻ പറ്റും. ഇത് ഉപ്പേരി വെക്കാൻ പറ്റുന്നതല്ലേ. മാവ്, ഇത് അവഗാഡോന്റെ മരമാണ് ഗൈസ്, കണ്ടോ. അവഗാഡോ തന്നെയാന്ന് തോന്നുന്നു അതിന്റെ ശരിക്കും പേര്, അല്ലെങ്കിൽ വെണ്ണപ്പഴം പഠിക്കും, വെണ്ണപ്പഴെന്നും പറയും. ഇതിലേക്കാണ് ബാക്കിയൊക്കെ നടാൻ പോകുന്നത്. നേരെ അങ്ങോട്ട് വീട്ടിലിരിക്കുമ്പോൾ മൈക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാട്ടോ മൈക്ക് വെക്കാത്ത. പക്ഷെ അവിടെ നിന്ന് ഇതാരാന്നല്ലോ, ഇവിടെ സാശുമോൾ എന്നും ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? സാശുവോ എന്നും ഇവിടെ ഉണ്ടാവില്ലേ നീ? ഇവക്ക് പാല് കൊടുത്തല്ലേ? എന്താ ഉണ്ടോ കൈ കിട്ടിയോള് സമാധാനം. ഇതിപ്പോ അമ്മമ്മേനെ കണ്ടിട്ടാണ് ഗൈസ് കരയുന്നത്. ഇനി ഇത് എവിടെ നടും? ക്ലീൻ ചെയ്യാണ്ട് എവിടെ നടാൻ പറ്റില്ല, എല്ലാം വെട്ടി അവിടെ ഒന്നും നടാൻ പറ്റില്ല. കുറേ കറങ്ങി തിരിച്ചപ്പോഴാണ് ഗൈസ് നമ്മൾ അവിടെ തൂങ്ങി കിടക്കുന്ന ഫ്രഷ് ഫ്രൂട്ട് കണ്ടത്. അപ്പം തന്നെ ഞാൻ ക്യാമറ അമ്മമ്മേൻ്റെ അടുത്ത് എടുത്തിട്ട്, അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഫ്രഷ് ഫ്രൂട്ട്. അപ്പം എന്താക്കി, കിട്ടിയൊരു കല്ലിൻ്റെ പൊക്കത്ത് കയറി ഞാൻ ആ ഫ്രഷ് ഫ്രൂട്ട് പറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കിട്ടി ഗൈസ്, കിട്ടി കേട്ടോ ഫ്രഷ് ഫ്രൂട്ട്. കുറേ ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിലേക്ക് കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ കൊക്കോമരാണ്. ഞാൻ അമ്മേനോട് അപ്പയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊക്കോക്കായ ആയിരിക്കുന്നു. അപ്പം അതാ 1, 2, 3 4 ഉണ്ട്. അടിപൊളി, ഇതൊക്കെ വലുതായി അടിപൊളിയാവും. ഒറ്റ അവസരം ഞങ്ങൾ ഇതാണ്ട് അവിടെയാണ് കേട്ടോ കുറച്ചൊക്കെ തൈ നട്ടത്. ഒരു 5-6 ഞങ്ങൾ തൈ അവിടെ നട്ടു. എന്തൊക്കെയാണ് നട്ടേ? വഴുതന നട്ടു, തക്കാളി നട്ടു, പിന്നെ ഒന്നും നട്ടില്ല, അതന്നെ നട്ടുള്ളൂ. പിന്നെ ഇതിങ്ങനെ വീഡിയോ ഞാൻ അവിടെ വെച്ചു, പക്ഷെ എന്ത് പറ്റി അറിയോ, ഈ സ്പീഡ് കൂട്ടിയിട്ട് ഈ കോലത്തിൽ എനിക്ക് വീഡിയോ കിട്ടിയത്. അപ്പോൾ പിന്നെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി. കുറേ നേരം ഞാൻ അവിടുത്തെ ഇലയൊക്കെ നുള്ളിപ്പറിച്ചു ഗൈസ്. പിന്നെ കുറേ നേരം മരം കുലുക്കി നോക്കി. അതുപോലെ എന്ത് നട്ടാലും അതുപോലെ ആ ചേച്ചി എന്ത് നട്ടാലും ഭരണി നക്ഷത്രക്കാർ നട്ടാലും ഇതുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ നട്ടിരിക്കുന്നത് വഴുതന അവിടെ നട്ടു. പിന്നെ ഇവിടെ ഒരു മുളകിൻ്റെ തൈയുണ്ട്. ഇവിടെ നമ്മൾ തക്കാളി നട്ടു. ഇവിടെ ഒരു തക്കാളി നട്ടിട്ടുണ്ട്. അമ്മ അതാ ഇല കൊണ്ട് മൊത്തം മൂടി. അത് കോഴി ചിക്കൻ വെച്ചിട്ട് അമ്മോ കുപ്പിച്ചില്. ഓക്കെ, ഇവിടെ എല്ലാ സാധനവും ഉണ്ടാവും, ബി കെയർഫുൾ. അപ്പോൾ ഇവിടെ ഒരു 6 നടാനുള്ള സ്പേസ് ഉണ്ട് ഗൈസ്. ഇവിടെയും കൂടെ നട്ട് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ വെച്ചിട്ടുള്ളവർക്കും കൂടെ നട്ടാൽ ഫുള്ളാവും. അത് നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിക്കണം. തക്കാളി ഉണ്ടായി നമുക്ക് തക്കാളി കുറച്ച് അത് അമ്മയെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഗൈസ് നമ്മളത് മൊത്തം എന്താക്കി, മൊത്തം നട്ടിട്ടില്ല, 6 കൂടെ നട്ട്. ഇനിയും ഉണ്ട് കുറേ നടാൻ വേണ്ടിയിട്ട്. മനസ്സിലായി, ഇതൊക്കെ എവിടെ കൊണ്ട് നടും എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതുണ്ടോ, ഇത്രയും കൂടെ ഉണ്ട്. ഇതിനി എവിടെ കൊണ്ടുപോയി നടുവെന്ന് പോയി മേടിച്ചാൽ എനിക്ക് നടാൻ തരുന്നില്ല ഗൈസ്. അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ നടന്ന് നോക്കാം. മഞ്ഞൾ കാണിച്ചു തരണോ? ഇതൊക്കെ മഞ്ഞളാണ് ഗൈസ് അമ്മ നട്ടത്. ഒരു തവണ ഇന്ന് വിളവെടുത്തു, ഇനിയിപ്പോൾ ഒന്നും കൂടി എടുക്കണം.
എന്തിന്റെ വിളവെടുത്തു? മഞ്ഞളോ ഇപ്രാവശ്യം വിളവൊന്നും കിട്ടിയില്ല. ഇത്തവണ അതിന് കുഴിച്ച് നോക്കണേ. കഴിഞ്ഞ തവണ കിട്ടിയ മഞ്ഞൾ ഇപ്പം ഉണ്ട് അവിടെ. നല്ല പച്ച മഞ്ഞളുണ്ട് അവിടെ. ഞാൻ കാണിച്ചു തരാം. ഒക്കെ പറിച്ച് ഒരു കിലോത്തോളം കിട്ടി. പൊടിച്ചു വെച്ചു. ഏട്ടൻ കൊണ്ടൊന്ന് പൊടിച്ചു കൊണ്ടിട്ടുണ്ട്. അമ്മ ഈ വൃത്തിയാക്കാണ്ട് അവിടെ ഇവിടെ ഒക്കെ നട്ടുവെച്ച്. മഞ്ഞൾ ഓരോ വിത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ സൈഡിൽ കൊടുത്തോട്ട് അത് ഉണ്ടായിക്കോളും. ഇതാ ഇത്രയും മഞ്ഞളോ. ബാക്കി വന്ന വെണ്ടക്ക തൈയൊക്കെ നമ്മൾ ബാക്കിൽ ഇതാ ഇതുപോലെ ചാക്കിലാക്കിയിട്ട് നടുകയാണ് ചെയ്ത്. ഒരു 6 ചാക്കോളം നമ്മൾ എന്ത് ചെയ്തു, വഴുതന തൈ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ ഈ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിന് എനിക്ക് വൈൻഡപ്പ് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈൻഡപ്പ് പറഞ്ഞിട്ടിടാന്ന്. കുറച്ച് ചെടികൾ നമ്മൾ ആ നട്ടത്ര നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് തൈകളൊക്കെ നമ്മൾ ഇപ്പാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഈ നട്ടെങ്ങനെ വെച്ചതെന്നുള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ.